അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഓഫ് കോഴ്സ് ഇത് 4.5 മിനിറ്റേ ഉള്ളൂ. ലോങ് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. കുറച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മറന്നു വീഡിയോ എടുക്കുമായിരുന്നു എന്നുള്ളത്. എന്തായാലും ഇത് ഞാൻ അവിടെ നിന്ന് കൊണ്ടൊക്കെ ക്ലബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇന്ന് പിറന്നാൾ ദിവസമാണ്. അപ്പോൾ എന്തായാലും ഞാൻ സാധാരണ ഇപ്പോൾ മറന്നു പോവാണ് പിറന്നാൾ ദിവസം. പക്ഷേ ചേട്ടൻ എന്തായാലും സദ്യ വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ പച്ചക്കറികൾ വാങ്ങിയിട്ട് വന്നു. രാവിലെ തന്നെ മസാലക്കറിയും ക്യാബേജൊക്കെ ആൾ തന്നെ വെച്ചിട്ടാണ് ജോലിക്ക് പോയത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കുറച്ചൊക്കെ പണികൾ നമ്മൾ തന്നെയാണല്ലോ ചെയ്യേണ്ടത്. രാവിലെ ജോലിക്ക് പോണേക്കാൻ മുന്നേ ആൾക്ക് പറ്റുന്ന പരിപാടികളൊക്കെ ആൾ ചെയ്തിട്ടാണ് പോയത് കേട്ടോ. ഞാൻ എല്ലാം കൂടി കഷ്ടപ്പെടണ്ടെന്ന് വെച്ചിട്ടോ. എങ്ങനെയൊക്കെ പോയാലും വീട്ടിൽ സദ്യ ഉണ്ടാക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ ഒരു വിഷു ഓണം എങ്ങനെ പോയാലും 3 കഴിക്കുമ്പോൾ 1 മണി 2 മണിയൊക്കെ ആവും. അല്ലെങ്കിൽ അത് തന്നെയാണ് ഇവിടെ പതിവ്. പക്ഷെ എന്നാലും ഇച്ചിരിയും കൂടി വൈകും. ഇതന്നെ പിറന്നാൾ സദ്യ കഴിച്ച് തുടങ്ങിയ ആ സമയത്ത് തന്നെ നമുക്ക് മീഷോന്ന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് ഡെസ്പാച്ചൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊക്കെ ചെയ്തു. എല്ലാം കൂടി നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നേ. ചേട്ടനുണ്ടെങ്കിൽ നല്ല ഹെൽപ്പാണ്. അപ്പം അതൊക്കെ ആൾ ചെയ്തോളും, ആൾക്ക് പറ്റുന്ന പോലെയൊക്കെ. പിന്നെ നമ്മളെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ നൈതികൂട്ടൻ്റെ വാശി കാര്യങ്ങൾ. പിന്നെ അച്ഛനുള്ളതുകൊണ്ട് അച്ഛൻ അവനെ നന്നായിട്ട് നോക്കിക്കോളും. കുറേ പേര് എന്നോട് ചോദിക്കും അച്ഛൻ്റെ കൂടെ ഇരിക്കുമോ എന്നുള്ളത്. അപ്പം ഞാൻ ചിന്തിക്കും അതെന്താ ഇപ്പോൾ നമ്മൾ അമ്മയുടെ അടുത്തൊക്കെ ആക്കിയിട്ട് പോകണമെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചോദിക്കും അമ്മയുടെ കൂടെ ഇരിക്കുമോ എന്നുള്ളത്. പക്ഷെ നമ്മൾ അച്ഛൻ്റെ അടുത്ത് ആക്കിയിട്ട് പോകണമെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും അച്ഛൻ്റെ കൂടെയൊക്കെ ഇരിക്കുമോ എന്ന്. അത് എന്താണെന്നറിയോ, സമൂഹം അങ്ങനെയാണ്. സമൂഹം മാറുന്നില്ല എന്നുള്ളതാണ് അല്ലേ. നമ്മൾ എത്രയൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അച്ഛനാണെന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ നോക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ടാണ് ആൾ നോക്കുക. ഈവൻ കുളിപ്പിക്കുമ്പോൾ പോലും എല്ലാം ശ്രദ്ധിച്ച് നല്ല രീതിയിലാണ് ആൾ എല്ലാം നന്നായിട്ട് ചെയ്യുക. അപ്പം അത് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ്. ഈവൻ ഞാൻ നോക്കുന്നതിനേക്കാളും ഒരു സ്റ്റെപ്പ് മുകളിൽ തന്നെയാണ് ആളിപ്പോഴും നോക്കുള്ളൂ. ശ്രദ്ധയും കാര്യങ്ങളൊക്കെ എന്നെ തന്നെ ചീത്ത പറയും ഓരോ കാര്യങ്ങൾക്ക്. അപ്പം എന്തായാലും അച്ഛൻ അവനെ നോക്കിയോണ്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ പണികളിലേക്ക് കടക്കാനായിട്ട് പറ്റി. ഇടയ്ക്ക് ആൾ വന്ന് പാത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഓലനും അതുപോലെ തന്നെ കൂട്ടുകറി എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. കൂട്ടുകറി ഉണ്ടാക്കി തുടങ്ങിയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല കേട്ടോ. ഞാൻ നൈതികുട്ടിക്ക് താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിൽ വെച്ചാൽ കൊടുത്തേ, പക്ഷെ അവൻ എത്താത്തതുകൊണ്ട് താഴെ വെച്ച് കൊടുത്തു. ആദ്യമായിട്ട് അവൻ ഇങ്ങനെ കുഴച്ച് കഴിക്കുന്ന കാണുന്നത്. സാധാരണ ദോശയും ചപ്പാത്തിയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛനിങ്ങനെ തട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അവനെ. ആദ്യമായിട്ട് അവനിങ്ങനെ ചോറ് വെച്ച് കൊടുക്കണതേ. ആളെല്ലാം കൂട്ടി ഇളക്കി. ഞാൻ ചോറ് വെറുതെ എല്ലാവർക്കും ഇങ്ങനെ സെർവ് ചെയ്യുന്ന പോലെ ചോറ് കറികളൊക്കെ സെപ്പറേറ്റ് ആണ് വെച്ചത്. പക്ഷെ ആളത് കൂട്ടി ഇളക്കി ആൾ കുഴച്ച് തിന്നുക. എന്തായാലും അത് കഴിക്കട്ടെ അല്ലേ. എൻ്റെ ഏകദേശം കഴിയാറായപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാമെന്ന് തന്നെ ഞാൻ ആലോചിച്ചത്. പിന്നെ പായസം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. നല്ല കുട്ടിയുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. താഴെ പോയതൊന്നും കഴിക്കണ്ട പറയാം. നല്ലോണം കഴിച്ചു. നൈതിയുടെ ഭാഗത്തു നിന്ന് അവൻ ചെയ്യേണ്ടതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടേ. അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. ബാക്കി ഇല എടുത്തിട്ടുള്ള പരിപാടികൾ അവിടെ അത്തക്കളവും പൂക്കളും ഒക്കെ ഇപ്പം തന്നെ ആൾ ഇട്ടിട്ടുണ്ട്. പിള്ളേരല്ലേ. മുത്തശ്ശനൊന്നും എടുക്കണ്ട അമ്മേ, ഞാൻ തന്നെ എടുത്തോളാം. ആളെ ഇല എടുത്തതാ. വറ്റും ഇലയും എല്ലാം വേറെ വേറെ ആയിട്ടുണ്ട്. എന്തായാലും അപ്പോഴേക്കും പായസമായിരുന്നു. അപ്പം പിന്നെ ഇനി ആ പായസം കൂടി കുടിച്ചിട്ട് എഴുന്നേക്കാല്ലേ. പായസം അടിപൊളിയായിരുന്നു. പക്ഷെ സാധാരണ ഇൻസ്റ്റൻ്റാണ് ഞാൻ വയ്ക്കാറ്. എനിക്ക് അതാണ് ഇഷ്ടം. ഇങ്ങനെ വയ്ക്കുമ്പോൾ ശരിക്കും നമ്മൾ ക്യാരമലൈസ് ചെയ്തൊക്കെ വെക്കുകയാണ്. ആ അടയുടെ പാലടയായിരുന്നേ. അപ്പോൾ അടയുടെ കറക്റ്റ് ആ ഒരു സ്ട്രക്ചർ വരാനൊക്കെ ആയിട്ട് നല്ലത് കേട്ടോ. സ്ട്രക്ചർ എന്നൊക്കെ എന്തായാലും അങ്ങനെ ക്യാരമലൈസ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ കുക്കറിലൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ സദ്യ പുറത്തുനിന്ന് വാങ്ങി. അതോടെ ഞങ്ങൾ തീരുമാനിച്ചു വാങ്ങില്ല എന്ന്. എന്താണെന്നറിയോ, നമ്മൾ ഇത്ര നാൾ വീട്ടിൽ വെച്ച് ശീലിച്ചിട്ടേ പുറത്തുനിന്ന് ഇങ്ങനെ സദ്യ വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ല. സദ്യ അടിപൊളിയായിരുന്നു. നമ്മുടെ ഹരിച്ചേട്ടൻ്റെ സദ്യയായിരുന്നു. അടിപൊളി സദ്യയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു ഫീല് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കിട്ടുന്നൊരു ഫീല് കിട്ടുന്നില്ല. പിന്നെ മുതലെല്ലാം ഈ വീട്ടിലത്തെ സദ്യ ഒരുക്കങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. ബൈ.